ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നോഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഷൂസിൻ്റെതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷൂസ് രണ്ട് തരാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇൻസൈഡ് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ഹൈഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് തന്നെ ക്യാൻവാസിലാണ് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ക്യാൻവാസ് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും, പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഫാബ്രിക് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമായിരിക്കും. ഇതുപോലെ ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, ഷൂസൊക്കെ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് ഒന്നും വെക്കില്ല. പിന്നെ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ ഫോം അടിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബേസ്, അതൊക്കെ നമുക്ക് ക്യാൻവാസ് വെച്ചാൽ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1 ഇയർ ബേബിക്ക് 5 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേബീസ് ഉണ്ടെങ്കിൽ ബേബീസിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ ചെറിയ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ളത് ചെയ്യാറുണ്ട്, 6 മന്ത്സിൻ്റെത്, 3 മന്ത്സിൻ്റെ. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ബേസിലാണ് നമ്മൾ കാര്യമായിട്ട് ചേഞ്ചസ് വരുത്തുന്നത്. നമ്മളടിയിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ. അപ്പം നമ്മൾ 6 മന്ത്സിനൊക്കെ ആണെങ്കിൽ ഒരു 4.5 ഇഞ്ചസാണ് എടുക്കുന്നത്. അത് നമ്മൾ താഴെ ബാക്ക് വശത്തേക്കുള്ളത് കുറച്ചും കൂടെ വീതി കുറച്ചിട്ടെടുക്കും. ബാക്കിയെല്ലാ കട്ടിങ്സും നമ്മൾ അതിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ട് അങ്ങനെയാണ് സൈസ് ചെറുതാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പാറ്റേൺസ് ഓൾറെഡി കട്ട് ചെയ്ത് സ്റ്റിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്നില്ല, ഇതിൽ ഷെയർ ചെയ്യുന്ന കേട്ടോ. ഞാനിവിടെ ഏറ്റവും താഴെ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ 3 ഇഞ്ച്, പിന്നെ ഏറ്റവും മുകളിൽ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്യാം. നിങ്ങൾ ഷേപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേബീസിൻ്റെ ഷൂസോ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ടും ബേസ് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോളുടെ ഒരു ഷേപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ 1 ഇയേഴ്സിന് മുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ഷൂസ് നമ്മൾ നോർമലി ചെയ്തിട്ടുള്ള ഷൂസാണ്. അതായത് സ്റ്റിച്ചസൊക്കെ നമുക്ക് ആ ഒരു ഉൾവശത്ത് കറക്റ്റായിട്ടുണ്ട്, ഹൈഡ് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതൊരു 1 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷൂസും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചില ആൾക്കാർക്ക് കറക്റ്റ് സൈസ് തന്നെ വേണമെന്നുണ്ടാവും, ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണമെന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബേസ്. കുഞ്ഞു മക്കൾക്കെല്ലാമാണെങ്കിൽ നമ്മൾ ബൂട്ടീസ് പോലെ കുറച്ച് ടൈറ്റ് ആകുന്ന രീതിയിലാണ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ഊരി പോകുമല്ലോ. പിന്നെ നമ്മൾ അതിന് മുകളിലേക്ക് വരുന്ന പീസാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡിഫറെൻറ്റ് സൈസിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ബേസ് മാത്രമാണ് ചെയ്തത്. അപ്പം ഈ ഒരു സെയിം, അതായത് 2 സൈഡിലേക്കും ഒരു 1/4 ഇഞ്ച് ഓളം എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഈ ഒരു സൈസ്. അതായത് 3 ഇഞ്ചസാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചസാണ്. ബാക്കിയൊക്കെ ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ എക്സ്ട്രാ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ സെയിം തന്നെ എടുക്കുക. കാരണം നമ്മൾ ക്യാൻവാസ് ആണ് ഇത് കട്ട് ചെയ്യുന്നത്. ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എടുത്താൽ മതി. ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം എക്സ്ട്രാ എടുക്കണം. കാരണം ഇത് ബേസ് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സൈസ് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മെയിൻ ഫാബ്രിക് എടുക്കുമ്പം ഇതിൽ എല്ലായിടത്തും നമ്മൾ സീയിങ് അലവൻസ് എടുത്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഓരോ കാലിനും 2 പീസ് വീതം നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഈ രീതിയിൽ 4 പീസ് നമുക്ക് വേണം. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ കവർ ചെയ്തിട്ട്, അതും ഇതുപോലെ തന്നെ 4 പീസ് വേണം. 2 എണ്ണം വീതം ഓരോ കാലിനും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ സൈസിൽ നമ്മൾ ഓരോന്നും ഇതുപോലെ. ഇപ്പോൾ ഈ റെഡിൽ കണ്ടോ, ഞാൻ 1 ഇയറിന് മുകളിലുള്ള സൈസാണ് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റ് നമ്മൾ പാറ്റേൺ കാണിച്ചിട്ടില്ലേ, എൻ്റെ മോൾക്ക് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാറ്റേൺ സൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബേസിലാണ് ചേഞ്ചസ് വരുന്നത്, ബാക്കിയൊക്കെ സെയിം തന്നെ. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന പീസ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് വരുന്ന ഇലാസ്റ്റിക് വരുന്ന പീസ്, അത് 7 ഇഞ്ചസാണ് കേട്ടോ. ഞാൻ എല്ലാ ഷൂസിനും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. 7 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 6 ഇഞ്ച് വിഡ്ത്തും വരുന്ന ഒരു ഫാബ്രിക്, 2 പീസ് ഫാബ്രിക് ആവശ്യമുണ്ട്. നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ 3 ഇഞ്ചസ് ആയിരിക്കും അതിൻ്റെ ഇത് വരിക വിഡ്ത്ത്. നമ്മൾ 2 സൈഡിൽ നിന്നും 2.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ക്യാൻവാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഞാനിത് 3-4 ഷൂസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ, പിന്നെ ചില ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് പോയ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പം വീഡിയോ നല്ല ഇതുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കുക. പിന്നെ നമ്മൾ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വരുന്ന
നമ്മൾ ഈ സീക്വൻസ് ഫാബ്രിക്കോ ഏത് ഫാബ്രിക്കാണ് നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് ഉണ്ടാവല്ലോ, അത് നമുക്ക് കട്ട് ചെയ്താം. ഞാനിപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടാകും നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടാകുന്ന ഫാബ്രിക്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യലും. ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ വേസ്റ്റസ് ഒന്നും കളയില്ല അതുകൊണ്ട് ഈ ഫാബ്രിക്കിൻ്റെ, കാരണം അത്രയും റേറ്റുള്ള ഫാബ്രിക്കാണല്ലോ. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള എലാസ്റ്റിക്കും കൂടെ എടുക്കണം. 1/2 ഇഞ്ചസിൻ്റെ എലാസ്റ്റിക് ഉണ്ട്, 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെതാണ് എടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. രണ്ടെടുത്താലും ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായ ഓറഞ്ചിലൊക്കെ ഞാൻ ആ 1/4 ഇഞ്ച് വരുന്ന അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു ഇതാകുമ്പോൾ കുറച്ചൊരു ഭംഗി കൂടുതലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിടയ്ക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അതുകൊണ്ട് ചെയ്യലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ എലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ബാക്കിലേക്ക് വരുന്ന പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് എലാസ്റ്റിക് ഇടാം. നമുക്കിതുപോലെ നമ്മൾ എലാസ്റ്റിക് ഇടേണ്ട ഭാഗം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് പ്രാന്ത് പിടിക്കുന്നൊരു പരിപാടിയാണ് ഈ നൂല് കയ്യിൽ നൂല് ഇളകിപ്പോലെ അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഞാനിപ്പോൾ നൂലൊന്ന് മുകളിലേക്ക് വന്നപ്പോൾ നൂലിട്ട്, അപ്പോൾ അടിയത്ത് നൂല് ബോബിൻ കേസിൽ നൂലും കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നൂലൊക്കെ കയറ്റി പിന്നെ രണ്ടാമതാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നു. നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ നമുക്ക് ഒറ്റ ഇരുത്തത് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിയണം എന്നല്ല എല്ലാവരും ആഗ്രഹിക്കില്ലല്ലേ. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഈ നൂലിടക്കിടക്ക് കഴിയുന്നത് നൂലിങ്ങനെ പൊട്ടിപ്പോന്നൊക്കെ നമുക്കിങ്ങനെ പ്രാന്ത് പിടിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാക്കുന്നോ? അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ വന്നിട്ട് ഇടങ്ങാറാക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. ഇതെങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നില്ല, ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണം. ഇനി നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഈ ഞാൻ വെച്ച പോലെ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ലൈനിങ്ങിലേക്ക് വരുന്ന സാറ്റിൻ ഫാബ്രിക് 1 പീസ് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചസ് ഒന്ന് പുറത്ത് കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുപോലെ വെച്ച ഭാഗം പോലെ തന്നെ വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫാബ്രിക്കിൽ അധികം ബീഡ്സൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിൽ ഭയങ്കര ബീഡ്സ് ആയിരുന്നു. അത് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് സ്കാറ്റേർഡായിട്ട് പേളും ബീഡ്സൊക്കെ വരുന്നുള്ളൂ, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ബേസിലേക്ക് അടിയിൽ വരുന്ന പീസ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഉണ്ടോ ഫേസ് ടു ഫേസ് നല്ല വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ പീസും എല്ലാ സൈഡിലും, പിന്നെ എക്സ്ട്രാ നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള പീസ് ഉണ്ടല്ലോ അതിൽ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാക്കിലേക്ക് ഇതുപോലെ പീസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതാണ് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ. നമ്മൾ നോർമലി ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ക്യാൻവാസിലുകൊണ്ട് നമുക്ക് തിരിച്ചിടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് നല്ല സാറ്റിൻ ഫാബ്രിക് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള വശത്തൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഗ്യാപ്പ് കൊടുക്കേണ്ടത് ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു വശത്താണെങ്കിൽ നമുക്ക് പിന്നീട് തിരിച്ചിടാൻ എളുപ്പമുണ്ടാകും. നമ്മൾ ഈ കോർണറിലോ അല്ലെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന കർവിൻ്റെ ഭാഗത്തൊന്നും ചെയ്യാതെ ഇതുണ്ടാകും സെൻട്രൽ ഭാഗത്ത് എവിടെയെങ്കിലും കൊടുത്താൽ നമുക്ക് വേഗം തിരിച്ചിടാൻ പറ്റും. ഞാനിങ്ങനെ ഈ ഒരു സൈഡിലാണ് കൊടുക്കുന്നത്, നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഗ്യാപ്പിലൂടെ തിരിച്ചിടാം നമുക്ക് ആ ഫാബ്രിക്. നമുക്ക് ഇൻസൈഡ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ നമ്മൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അതുണ്ടാവും, അത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ ഒരു വശത്ത് മാത്രം ആ ഗ്യാപ്പ് അത് നമ്മൾ പുറത്തുള്ള നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസൈഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹൈഡ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉൾവശത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ലാവൻഡർ പീച്ചൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, പക്ഷെ എന്നാലും പർപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കളറിൽ ഈ ഒരു ഫ്രോക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. പിന്നെ എൻ്റെ ഫോണിലും നല്ലൊരു ക്ലാരിറ്റിയാണ് ആ ഒരു കളർ. അപ്പോൾ ഞാൻ ഈ പർപ്പിൾ ചെയ്യുന്നത് എടുത്തിട്ടുണ്ട്. പക്ഷേ ചില ഭാഗത്ത് ക്യാമറ ഫോക്കസൊക്കെ തെറ്റി, പിന്നെ ഇടയ്ക്ക് മോളൊക്കെ വന്നിട്ട് ക്യാമറ ഒക്കെ നല്ലോണം ഒന്ന് ഷെയ്ക്കൊക്കെ ചെയ്തിട്ടത് എന്തോ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാനത് പിന്നെ വിട്ടു. പിന്നെ റെഡ് പിന്നെ തീരെ ക്ലിയർ ഇല്ല. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ലാവൻഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് സൈസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഫ്രോക്കിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കത് തിരിച്ചിടുമ്പോൾ കുറച്ച് ക്യാൻവാസ് ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്ര വേഗം എളുപ്പമൊന്നുമല്ല. അപ്പം ഇതാണ് നമ്മൾ ഷൂസ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മോൾ ഇടയ്ക്കിടയ്ക്കേ വരും കേട്ടോ. അങ്ങനെ അപ്പോൾ ആൾ വന്നപ്പോൾ ഞാനൊന്ന് ഷൂസ് ആൾക്ക് കറക്റ്റാണോ 1 ഇയർ ബേബിൻ്റെ കേട്ടത്. അപ്പോൾ നമ്മൾ ഒരു 6 മന്തിൻ്റെതും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം കളർ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് പോലും നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ അത്രയും സൂക്ഷ്മതയോടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷൂസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം കറൻറ്റ്ലി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. നമ്മളെ വർക്കിൽ നമ്മളിപ്പം ചെയ്ത് തന്നെ ആയിരിക്കണം എന്നില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.